എല്ലാവർക്കും വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നൂഡിൽസിൻ്റെ ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പിൻ്റെ 4 പാക്കറ്റ് നൂഡിൽസാണ് നമ്മളിവിടെ എടുത്തത്. അതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 സവാള, 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് ഇവിടെ എടുക്കുന്നത്. നമുക്ക് ആവശ്യമാണെങ്കിൽ ആവശ്യത്തിന് പച്ചക്കറികളൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ഇത്രയും സാധനമാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. സവാള നീളത്തിന് അരിഞ്ഞെടുത്തു, കറിവേപ്പില, വറ്റൽമുളക്, ഇപ്പി നൂഡിൽസിൻ്റെ മസാല, പച്ചമുളക്, തക്കാളി. ചെറിയ പിള്ളേർക്ക് എരിവ് വേണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഒഴിവാക്കാം. എരിവ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ മുളക് ഇടുന്നത് നല്ലതാണ്. ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് സ്റ്റവ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത പച്ചമുളകാണ് ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ വെജിറ്റബിളും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുത്ത ഒരു കളർഫുള്ളും ഉണ്ടാകും, കാണാൻ നല്ല രസമുണ്ടാകും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നൂഡിൽസാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു നൂഡിൽസാണ്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. സവാളയും പച്ചമുളകും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലേശം കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. സവാളയൊക്കെ മൂത്ത് വന്നു. ഇതിനകത്തേക്ക് നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. നല്ലവണ്ണം മൂത്ത്. ഇതിലേക്ക് നമുക്ക് ലേശം ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ചില്ലി പൗഡർ ലേശം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പി നൂഡിൽസിൻ്റെ പാക്കറ്റ് 4 എണ്ണമാണ് എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് 2 കൂട് നൂഡിൽസിൻ്റെ മസാല ചേർക്കുന്നുണ്ട്. 4 കൂടും ചേർക്കുന്നില്ല, 2 കൂടെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരട്ടെ. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കൂട് നൂഡിൽസിന് 1 ഗ്ലാസ് വെള്ളം എന്ന ഇതിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇപ്പിൻ്റെ മസാല ഇട്ട് കൊടുക്കാം.
2 കൂട് മസാല എടുത്തിട്ടുള്ളൂ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളച്ചു. അപ്പം നമുക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. എല്ലാ നൂഡിൽസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നൂഡിൽസിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇപ്പി നൂഡിൽസ് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടൊരു നൂഡിൽസാണ് ഉണ്ടാക്കിയേക്കണത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.